we launched the campaign of UDF with one mission: to restore Keralam to the people it belongs to. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾക്ക് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: കേരളത്തെ വീണ്ടെടുത്ത് അത് അർഹിക്കുന്ന ജനങ്ങളിലേക്ക് അതിനെ തിരികെ കൊടുക്കാൻ നമ്മൾ ഒരുമിച്ചൊരു പോരാട്ടം ആരംഭിക്കുകയാണ്. Keralam is speaking in one voice: we want change, we want UDF. ഒരേ ശബ്ദത്തിൽ കേരളം പറയുന്നു, ഞങ്ങൾക്കൊരു മാറ്റം വരണം, കേരളത്തിൽ ഐക്യ ജനത്യ മുന്നണിയുടെ ഭരണം വരണമെന്നാണ് ഒരേ ശബ്ദത്തിൽ കേരളം പറയുന്നത്. LDF's 10-year record of failure. The LDF has had 2 full terms, 10 years to transform Keralam. What do they have done and what they have shown? What is the progress? Nothing, except instead of more milk booths, he has increased more wine shops. 10 വർഷം തുടർച്ചയായി നാടിന്റെ ഭരണസാരഥ്യം ഈ നാട്ടിലെ ജനങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് ഈ നാടിന് അനിവാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതിന് പകരം എന്താണ് LDF ഈ നാടിന് വേണ്ടി ചെയ്തത്? തെളിച്ചു പറഞ്ഞാൽ ഈ നാടിന് വേണ്ടി അവരൊരു ചുക്കും ചെയ്തില്ല എന്ന് അതിന്റെ യാഥാർത്ഥ്യം. നാട്ടിൽ ചായക്കട തുടങ്ങുന്നതിനേക്കാൾ കൂടുതൽ ബാറിന്റെയും വൈനിന്റെയും പാർലറുകൾ തുടങ്ങിയ സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരുന്നത്. Keralam's debt is approaching rupees 6 lakh crore. There is a burden of almost 1.7 lakhs on every single Malayali. കേരളത്തിന്റെ ബാധ്യത, കേരളത്തിന്റെ കടബാധ്യത 6 ലക്ഷം കോടി കടക്കുകയാണ്. ഈ മലയാളക്കരയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന് പോലും 1,70,000-ലധികം രൂപയുടെ കടബാധ്യത അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. LDF government did not even spare God. They stole gold from Sabarimala temple. What can one expect from such government and such party? എന്തിനധികം പറയുന്നു, ദൈവത്തിനെ പോലും വെറുതെ വിടാത്തവരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന LDF എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ശബരിമല ശാസ്താവിന്റെ അയ്യന്റെ സ്വർണം കവർന്നവർ മറ്റെന്ത് വൃത്തികേടും ഈ നാടിനോട് ചെയ്യുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. His government has completely failed to arrest people, and he is not caring that Sabarimala gold has stolen. They should be punished. Instead of punishing, he is giving them chance to come out from jail. അയ്യന്റെ സ്വർണം കവർന്നതിന്റെ പിന്നിലെ ഗൂഢാലോചന നടത്തിയ പങ്കാളികളായ ഉന്നതരെ അവരെ തുറങ്കലിലടക്കാതെ അവർക്ക് രക്ഷപ്പെടാൻ